പെട്ടിക്കടല 5 പൈസയ്ക്ക് മേടിക്കാൻ പോകുന്നവൻ നാണക്കേട് തോന്നില്ലേ? മഹത്തായ സച്ചിദാനന്ദ സ്വരൂപന്റെ അടുക്കലെത്തിയാൽ ഈ കപ്പലണ്ടിയും കടലയൊക്കെ വാങ്ങിച്ച് ആരെങ്കിലും തിന്നുവോ? പിടിയിട്ടില്ല. സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവത് സന്നിധിയിലെത്തി സച്ചിദാനന്ദം മാത്രമേ കാംക്ഷിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ തന്നാൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വിഭവമൊക്കെ നന്നായിട്ടറിയാം. ഇത് അനുഭവിക്കാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഒന്ന് പാളി നോക്കാനോ, ഒന്ന് ചൊറിയാനോ, ഒന്ന് കണ്ണുരുക്കി കാണിക്കാനോ, അമ്പലത്തിൽ പോണോ, ബസ് സ്റ്റാൻഡിൽ പോയ പോരെ? ചോദ്യം മനസ്സിലായില്ലേ? ഇതിനിറങ്ങിത്തിരിച്ചാൽ പിന്നെ ഇതൊക്കെ വളരെ നിസ്സാരം. ഈ പ്രപഞ്ച വിന്യാസങ്ങളൊക്കെ അതിനിസ്സാരം, ക്ഷുദ്രം, തുച്ഛം. അതൊക്കെ വെറുതെ ഇരുന്നാൽ കിട്ടുന്ന സാധനമാണ്. വേണോ ആയിക്കോ, ആവാം, കുഴപ്പമൊന്നുമില്ല, വേണ്ടാന്നില്ല. പക്ഷെ അതിന് പ്രയത്നമൊന്നും വേണ്ട, അതിന് വരും. വിഷയലോകങ്ങളെല്ലാം അനുഭവപ്രധാനമാകണമെങ്കിൽ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് ചെല്ലരുത്. മനസ്സിലായില്ലേ? ചിന്മയാമിഷനെ നിന്ന് ചാപ്പാടൊക്കെ അടിച്ചപ്പം അതിനകത്തെ ഒരു അച്ചാറ് തൊട്ടുനാക്കിയപ്പോൾ തോന്നി സൂപ്പറാണ്. ഇപ്പോഴേ മനസ്സിൽ കുറിച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ പമ്പറമാരോട് വേണം ഇതുപോലൊന്നും ഉണ്ടാക്കാൻ. അവസാനം ഇവിടെ അച്ചാറുണ്ടാക്കി കൊടുക്കും. നേരെയാവുമോ? കാരണം നിർബന്ധിച്ചുണ്ടാക്കുന്ന സംഗതി വീട്. ചന്ദ്രനായർ ചെന്ന് രാവിലെ കാപ്പി കുടിച്ചപ്പം കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിരിക്കും. കൊഴുക്കട്ട തന്നു. വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മയോടല്ല അവിടുത്തെ സഹോദരിയോട് പറഞ്ഞു, അല്ലെ ഭാര്യയോട് പറഞ്ഞു, ആരോടാ പറഞ്ഞെന്ന് വെച്ചാൽ പറഞ്ഞു കൊഴുക്കട്ട ഉണ്ടാക്കി വേണം. കൊഴുക്കട്ട വേണമെന്നല്ല, ഉരുണ്ടിരിക്കുന്ന സാധനം വേണം. അവൾ അരിയുണ്ട ഉണ്ടാക്കി. അത് പറഞ്ഞ അരിയുണ്ടയല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തോ സാധനം ചോദിച്ചു. അവ പിന്നെ അടുത്ത സാധനം ഉണ്ടാക്കി, അത് ഉരുണ്ടായിരിക്കുന്നത്, അതുമെല്ലാം പറഞ്ഞു. അവസാനം അവൾ ഗോതമ്പുട്ട ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ദേഷ്യം സഹിക്കാതെ വന്ന് പിടിച്ച് 4 ഇഡ്ഡി വെച്ചു. ഇഡ്ഡി കൊടുത്തപ്പോൾ അവളുടെ പുറമൊക്കെ ഇങ്ങനെ ഉരുണ്ടു വന്നു. അപ്പൊ അവൾ പറഞ്ഞു കൊഴുക്കട്ട പോലെ ആയല്ലോ, ഇത് തന്നെ ഉണ്ടാക്കി തരാനാ പറഞ്ഞ എന്ന് പറയുന്ന പോലെ നിർബന്ധിച്ചൊക്കെ ഉണ്ടാക്കിയാൽ അവസാനം ഈ കൊഴുക്കട്ടയൊക്കെ ദേഹത്തുണ്ടാവും. മറിച്ച് സ്വച്ഛന്തമായിരിക്കണം. ഈ പ്രപഞ്ചത്തിലെ ഏത് ഭൗതിക സുഖവും ശബ്ദസ്പർശ രൂപരസഗന്ധാദിയായി അനുഭവിക്കുന്ന എന്തും തൃപ്തമാകണമെങ്കിൽ സ്വച്ഛന്തം വരണം. മനസ്സിലായില്ല? എതിർച്ഛയ അപ്രാർത്ഥിതയ. ആഗ്രഹിച്ചിട്ട് ലഭിക്കുന്നതിനൊക്കെ സൂക്ഷ്മമായ ആഗ്രഹവും സ്ഥൂലമായ വസ്തുവും സൂക്ഷ്മമായ ആഗ്രഹത്തിന്റെ ഒപ്പമെത്താത്തത് കൊണ്ട് അല്പം പോരായ്മ ബാക്കി കിടക്കും. എന്നാലും ഒരു ശകലവും കൂടെ ആകാമായിരുന്നു. എ ചാൻസ് ഓഫ് +1, ദാറ്റ് വൺ, അതാ മിസ്സിങ്. എതിർച്ചയാ വരുന്നതിലൊക്കെ അവനുണ്ടാവും. അതുകൊണ്ടായി ബോർഡിലൊക്കെ എഴുതുന്നത് അവൻ വരുന്നു. അവന്റെ കുറവ് T.S. എലിയറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹൂ ഈസ് ദാറ്റ് മിസ്സിംഗ് വൺ? ഓ ജീസസ് ക്രൈസ്റ്റ്. അയാൾ മാത്രം കൂടെ ഇല്ല. ഭാഗ്യമൊക്കെ ഉണ്ടായിട്ട് വല്ല കാര്യമാണ്. അതുകൊണ്ട് ഇത് വേണം. അതുകൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപൻ, ആ ജഗതീശ്വരൻ ജയിക്കാൻ, അത് ജയിച്ചാൽ പിന്നെ ഭാഗ്യമൊക്കെ തുച്ഛം, വളരെ തുച്ഛം. അതുകൊണ്ടാണ് പറഞ്ഞേ ഭഗവാനെ ജയിക്കുക. ജയിക്കുക മഹാദേവ ദിനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക. നിങ്ങൾ ഈ പോകുന്നതൊക്കെ കാസറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പുതിയ കീർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും. അവിടെ ഞാൻ ഇതുപോലെ ഒന്നും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഗദ്യം എഴുതി പദ്യം പോലെ പാടുന്ന ഒരുപാട് കീർത്തനങ്ങൾ കാണാം. ഗദ്യത്തിൽ എഴുതുക, എന്നിട്ടൊരു ട്യൂൺ കൊടുത്ത് പാടുക, ഇല്ലേ? ഇപ്പൊ തൊട്ടവരൊക്കെ കീർത്തനം എഴുതുക. ഗോപാല രാമകൃഷ്ണ, ഗോവിന്ദ രാമകൃഷ്ണ, ഏത് പേര് പറഞ്ഞാലും ഭഗവാന്റെ പേരാണ്. ഇങ്ങനെ തീരുവോളം 1.5 മണിക്കൂർ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കീർത്തനം. പാടിയത് കൊച്ചു ഗോപാലൻ, എഴുതിയത് വലിയ ഗോപാലൻ, സംഗീതം നൽകിയത് അതേതെങ്കിലും പഴയ ഹിന്ദി സിനിമയുടെ ട്യൂണിലും. ഇങ്ങനെ ഒരുപാട് കാസറ്റുകളുടെ കാലമാണ്. ശരിയല്ല? ഇതൊക്കെ ഒന്ന് നേരാൻ വന്ന ആരെങ്കിലും പാടിക്കൊടുത്തിരുന്ന ജനം ചൊല്ലി നേരെയായനെ. പറ്റിയില്ലെങ്കിൽ ചൊല്ലി പഠിച്ചെങ്കിലും ചൊല്ലി സന്ധ്യയ്ക്ക്. അങ്ങനെ എത്ര ഭംഗിയായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക. അല്ലയോ മഹാദേവ, അങ്ങ് വിജയിച്ചാലും, സച്ചിദാനന്ദ സ്വരൂപിയായ ദൈവമേ അവിടുന്ന് വിജയിച്ചാലും, ദുഃഖിക്കുന്നവരുടെ എല്ലാ ദുരിതങ്ങളെയും നീക്കി അവരെ രക്ഷിക്കുന്ന കാരുണ്യസ്വരൂപനായ അവിടുന്ന്, ദീനാവനപരായണൻ, കാരുണ്യക്കടൽ, അവിടുന്ന് സർവോത്കർഷേണ വർത്തിച്ചാലും, ഹേ ചിദാനന്ദ ജ്ഞാനമായിരിക്കുന്നവനെ അവിടുന്ന് ജയിച്ചാലും, ദയാസിന്ധുവായിരിക്കുന്നവനെ കാരുണ്യക്കടലെ അവിടുന്ന് വിജയിച്ചാലും. ഇവിടെയൊന്നും വ്യാഖ്യാനം വേണ്ടാന്ന് തോന്നും. കാരണം നാരായണഗുരു പറഞ്ഞതിനൊക്കെ കൂടുതൽ വ്യാഖ്യാനിക്കാനൊന്നുമില്ല. അത്രയും സൂപ്പറാണ് അവിടെ ആ വിളി. അത് ഹൃദയത്തിൽ തട്ടി വിളിച്ചാൽ മതി. ഹൃദയത്തിൽ തട്ടി വിളിക്കുന്നിടത്ത് ഭാഷ അപൂർണമാണ്. അതിനെ വ്യാഖ്യാനിച്ചാൽ അത് അപരാധമാണ്.
അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് നല്ലപോലെ ഹൃദയത്തിൽ തട്ടി വിളിക്കുക. ദയാസിന്ധു എന്നുള്ളതൊക്കെ എടുത്ത് വാക്കുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. വിളിച്ചാൽ മതി, നല്ലപോലെ ഉള്ളിൽ തട്ടി വിളിക്കുക. ഉള്ളിൽ തട്ടി ഒരു വിളിയെ വിളിക്കാൻ തോന്നും. കാരണം ദയാസിന്ധു ഇങ്ങ് വരും, അതുപോലെ വിളിക്കണം, കാണാവുന്ന പോലെ വിളിക്കണം. അതിന് തത്സ്വരൂപ സാദൃശ്യം വരുത്തണം ഹൃദയത്തിന്. സമന്മാർ തമ്മിലേ പൂജ്യപൂജാവിധിയുള്ളൂ. മനസ്സിലായില്ല? സമന്മാർ തമ്മിലേ പൂജ്യപൂജാവിധിയുള്ളൂ. മനുഷ്യൻ ഈശ്വരനെ പൂജിച്ചിട്ട് യാതൊരു കാര്യമില്ല. മനുഷ്യനല്ലാതായിട്ട് പൂജിച്ചാലേ പ്രയോജനമുള്ളൂ. പൂജയുടെ ഫണ്ടമെന്റൽ തന്നെ അതാണ്. അതുകൊണ്ടാണ് മനുഷ്യർ ചെല്ലുമ്പോൾ തുടരുമെന്നും മനുഷ്യരകന്നു നിൽക്കണമെന്നൊക്കെ അമ്പലത്തിൽ പറയുന്നത്. പൂജയ്ക്ക് മുമ്പ് നിങ്ങൾ മനുഷ്യനല്ലാതാകണം. ആ പൂജാ സമയത്തേക്ക് അദ്ദേഹവും മനുഷ്യനല്ലാതായിട്ടാണ്. അദ്ദേഹത്തിന്റെ സങ്കല്പ ലോകങ്ങളിൽ അസ്ത്രാദി മന്ത്രങ്ങളെ കൊണ്ട് ഈ മാനവ ശരീരത്തെ ദഹിപ്പിച്ച് കളഞ്ഞ് മന്ത്രശരീരത്തെ സ്വീകരിച്ച് ദേവാംശ സംഭവനായിട്ടാണ് പൂജിക്കുന്നത്. സമന്മാർ തമ്മിലെ ഇടപാടുകളൊക്കെ ഉള്ളൂ. അത് അദ്ദേഹം പൂജിച്ച് അദ്ദേഹത്തിനെ പ്രയോജനം കിട്ടുള്ളൂ. ഇടപാടൊക്കെ നേരിട്ടാണ്, ഇടയാളും പണിയൊന്നുമില്ല. അതുകൊണ്ട് നേരിട്ട് പൂജിക്കണം. മനസ്സിലായില്ല? അത് നിങ്ങളുടെ ഈ മാനവ ശരീരവും അസ്ത്രാദി മന്ത്രങ്ങളെ കൊണ്ട് ഓം അസ്ത്രായ ഹും ഭട്ട് കേട്ടിട്ടുണ്ടാവും. ഈ മാനവ ശരീരത്തെ അങ്ങ് ദഹിപ്പിക്കണം സങ്കല്പത്തില്. എന്നിട്ട് മന്ത്രശരീരം കൈക്കൊള്ളണം. ആ മന്ത്രശരീരം കൊണ്ട് പ്രതിബന്ധങ്ങളാകുന്ന കൂടുകളെ ഭേദിക്കണം. എന്നിട്ട് ഭഗവത് ലോകങ്ങളിൽ വിരാജിക്കണം. അതിന് നല്ല അറിവുണ്ടാകണം. പ്രതിമാപൂജ പ്രഥമയല്ല, അവസാനം. നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത സത്യങ്ങൾ പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. കാരണം 37 മുമ്പ് നിങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ വൈദികരായിരുന്ന മഹാപണ്ഡിതന്മാർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. പ്രഥമയായിരുന്നെങ്കിൽ അന്ന് അവരെ മാത്രം എന്തിനാ പ്രവേശിപ്പിച്ചേ? ഇപ്പൊ കാണുന്നത് വെച്ച് വ്യാഖ്യാനിച്ച് ജനതയെ തെറ്റിദ്ധരിപ്പിക്കരുത്. മനസ്സിലായില്ല? പിടികിട്ടിയില്ല. ശിലയിൽ ദൈവം ഉണ്ടെന്ന് ഏത് പ്രഥമയിലുള്ളവനാ മനസ്സിലാകുന്നത്? അവനറിയാതെ ശങ്ക തോന്നുന്നു അവിടെ പോയി ഇരിക്കുമ്പോൾ ഇത് കല്ലല്ലാണ്. അറിവിന്റെ ഔന്നത്യത്തിലെത്തിയാൽ മാത്രമേ കല്ലും ഞാനും ഒന്നാണെന്ന് തോന്നുള്ളൂ. അവിടെ കല്ലും ഞാനും കണ്ണാടിയും എല്ലാം ഒന്നാവും. അതുകൊണ്ടാണ് കണ്ണാടി പ്രതിഷ്ഠയും. അതുകൊണ്ട് അറിവിന്റെ ഏറ്റവും ഉയരത്തിൽ മാത്രമേ പ്രതീകങ്ങൾക്കും ബിംബങ്ങൾക്കും പ്രസക്തിയുള്ളൂ. അതില്ലാത്തവർ പോയാൽ അവിടെ ബീഡിയും സേത്തും വിൽക്കുന്നതിനെ പറ്റി ആലോചിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ മഹാക്ഷേത്രങ്ങൾ ഇന്ന് പടിത്തരങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഷോപ്പിംഗ് കോംപ്ലക്സും കമ്മ്യൂണിറ്റി ഹാളും കല്യാണ മണ്ഡപവുമായി വികസിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഉറപ്പിച്ച് പറയാം, ഇത് നിങ്ങൾക്കുള്ളതല്ല. എന്റെ ബോധത്തിലാണല്ലോ ഈ ദൈവം. അതെന്റെ ബോധത്തിൽ ജയിച്ചു നിന്ന വിഷയം ദൈവം, അധികാരി ജിജ്ഞാസു, പ്രയോജനം സുഖം. അപ്പൊ സുഖം കിട്ടണോ? ഇതാ വഴി. ആഴമേറും നിൻ മഹത്താം, അവിടുത്തെ ആഴമുള്ള ചൈതന്യ സമുദ്രത്തിൽ, ആഴിയിൽ ഞങ്ങളാകവേ ഒരു ഭേദവും ഇല്ലാതെ ജീവരാശികൾ ഒന്നാകെ, തിര്യക്കുകളും സസ്യങ്ങളും മനുഷ്യരും എല്ലാം ആഴണം, അലിഞ്ഞു ചേരണം. ഉപ്പുപാവ കടലിന്റെ ആഴമളക്കാൻ പോയ പോലെ അലിഞ്ഞു ചേരണം, ആഴണം. വാഴണം നിത്യം, നിത്യവും ആ പരമാനന്ദ സുഖം അനുഭവിക്കണം. വാഴണം, വാഴണം സുഖം. ഇതാണ് ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളത്. വേറൊന്നും വേണ്ട ഈ ലോകത്ത്. ഈ ലോകത്തെ എന്തെല്ലാം കിട്ടിയാലും തൃപ്തി വരില്ല. ഭഗവൻ അവിടുത്തെ തൃച്ഛേവടികളെ ഒന്ന് കണ്ടാൽ, അവിടുത്തെ നാമമാഹാത്മ്യം ഒന്ന് അറിഞ്ഞാൽ പിന്നെ എന്തറിയാൻ നീ? ഭക്തി അതിന്റെ പരാകാഷ്ഠയിലെത്തും. സ്തോത്രങ്ങളിലൊന്ന് എന്നോട് പലരും ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു അല്പം ഒതുങ്ങി നിന്ന് പറഞ്ഞത്. സ്വാമിജി എല്ലാ തവണയും വന്നാലൊരു പുസ്തകം തന്നാൽ തീർക്കാതെ വിടുന്നു പോകും. അപ്പൊ ഇന്ന് ഞാൻ വരുമ്പോൾ എന്നോട് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് തീർത്ത് തരുമെന്ന്. വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. തീർത്ത് തരുമെന്ന് മാത്രമല്ല, നിങ്ങൾ അനുവദിച്ചിട്ടുള്ള സമയത്തിൽ നേരത്തെ തീർക്കുമെന്നും സംശയങ്ങൾ ചോദിക്കാൻ അവസരം തരുമെന്നും വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സമയമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 4 മണിക്ക് ഇനിയും കൃത്യം 30 മിനിറ്റ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലേ? അതേലല്ല, നിങ്ങളുടെ വാച്ചിലെ. അതുകൊണ്ട് ക്ലാസ്സിനോട് ബന്ധപ്പെട്ടവ ചോദിച്ചാൽ അറിയാവുന്നവ പറഞ്ഞു തരാം. അറിയില്ലാത്തവ നിങ്ങളിൽ നിന്ന് കേൾക്കാം. അല്ലാത്തവ ചോദിക്കരുതെന്നില്ല. അറിയാവുന്നവ ആ സമയത്തിനുള്ളിൽ ഒതുക്കി തീർക്കുകയും ചെയ്യാം. നാരായണ ഗുരുദേവന്റെ തൃച്ഛേവടികളിൽ ഭക്തിപ്രസയപൂർവം ഈ ക്ലാസ്സിൽ ദൈവദശകത്തെക്കുറിച്ച് അവതരിപ്പിച്ച വാക്കുകളാകുന്ന പുഷ്പങ്ങളിലെ നല്ലവ, വാടാത്ത മലരുകൾ അർപ്പിക്കുകയും വാടിപ്പോകുമെന്നുള്ളവ നിങ്ങൾ തന്നെ തിരിച്ചിങ്ങ് തന്നേക്കണമേ, അവ എന്റേതാണ്, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാദരേണുക്കൾ പതിഞ്ഞ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ പുണ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അസ്മാദൃശന്മാരായ യോഗികൾ മുൻപേ സഞ്ചരിച്ച ആ മണ്ണിൽ ജനിക്കുവാനും അവരെ സ്മരിക്കുവാനും
അവരുടെ പാദരേണുക്കൾ പതിഞ്ഞ മണ്ണിൽ നിന്ന് ഫലങ്ങൾ അശിക്കുവാനും കഴിയുന്ന ഈ പുണ്യജന്മം ഇനിയും ഉണ്ടായാലും അതുപോലും മോക്ഷദായകമാണെന്ന് അറിയുമെന്നുകൊണ്ട് മോക്ഷത്തിനുള്ള തിടുക്കമൊന്നുമില്ലാതെ നിങ്ങളുടെ പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിക്കുവാൻ ആവും വിധത്തിൽ ഈ ബുദ്ധിയും മനസ്സുമൊക്കെ എന്നും നിർത്തിത്തന്നാലും മതി ഭഗവാനെ എന്ന് ആ ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ വല്ലതും ചോദിക്കാം, ബാക്കി സമയം നമുക്ക് ഉപയോഗിക്കാം. എന്നൊക്കെ ഏത് കർമ്മങ്ങളുടെ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടേ തീർച്ചയായും വേണം, ചെയ്യാതിരിക്കാൻ പറ്റും. അനുഭവിക്കുന്ന രണ്ട് തരത്തിലാണ്. കർമ്മവാസനകൾ രണ്ട് തരത്തിൽ അനുഭവിക്കാം. ഒന്ന്, താൻ മാത്രം അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്, തന്റെ സൂക്ഷ്മ ശരീരത്തിൽ വെച്ച് അനുഭവിക്കാം. സമഷ്ടിയെ ചേർത്തനുഭവിക്കേണ്ടവയും അവരുമായി വെക്കേണ്ടതായ സ്ഥൂലഭാവങ്ങളിലേക്ക് വികസിച്ചിട്ടില്ലെങ്കിൽ അവരെയും തന്റെ സൂക്ഷ്മ ശരീരത്തിൽ സൃഷ്ടിച്ച് അവരുമായി ചേർന്ന് അനുഭവിക്കാം. സ്വപ്നത്തില് അതാണല്ലോ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ അത്രയും. വിവാഹം കഴിച്ച ഭർത്താവ്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും തന്റെ വാസനകളിൽ കിടക്കുന്ന ഭർത്താവ് മറ്റൊരാളായാൽ തന്റെ വാസനകളിലെ മക്കൾ ഇവരല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ സുഷുപ്തിയോട് ചേർന്ന് നിന്ന് 1000 മക്കളെ മനസ്സായി സൃഷ്ടിച്ച് നിങ്ങൾക്ക് അവരെ തോളിലെടുത്തുകൊണ്ട് നടക്കാം, അവർക്ക് ചോറ് വാരി കൊടുക്കാം. നിങ്ങളുടെ മക്കൾ ആരും കലഹിക്കില്ല. രാവിലെ ആ സ്വപ്നവും കണ്ടു കഴിഞ്ഞ് ഉണർന്നു വന്ന് ചിരിച്ചു കളിച്ച് സ്വന്തം മക്കളോട് ഇടപെടുകയും ചെയ്യാം. കാരണം തൻ്റെ വാസനയുടെ ആ ആധിക്യം കെട്ടടങ്ങി തൻ്റെ സ്വപ്നത്തിലെ മക്കളെ താലോലിച്ച് കഴിഞ്ഞു വരുന്നത് കൊണ്ട് കൂടെ ഇരിക്കുന്ന മക്കളോട് അഹിതമില്ലാതെ അവരോട് പെരുമാറാം. സ്വപ്നത്തിലെ ഭർത്താവിനോടൊപ്പം രമിച്ചു കഴിഞ്ഞ് ഇയാളെ കാണുമ്പോൾ ചിരി വരാം. കാരണം ഇയാളെ എത്ര കേമൻ്റെ കൂടെയാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഈ ശുംഭൻ മോശമാണെങ്കിൽ എന്താ, കഴിക്കുക, കഞ്ഞി കുടിക്കുക, അയാൾക്ക് വിളമ്പി കൊടുക്കുന്ന പോലെ ഇയാൾക്ക് കൊടുക്കാം. മനസ്സിലായില്ല. അതുകൊണ്ട് വാസനകൾ അനുഭവിക്കുന്നതിന് വേണ്ടി ഈ തീരത്തെ മുഴുവൻ ജാഗ്രത്തിൽ തന്നെ രൂപപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. സ്വപ്നത്തിൽ ധാരാളമുണ്ട്. എന്നാൽ സമഷ്ടിയിലെ വസ്തുവകകളോടും വ്യക്തികളോടും സ്ഥൂലമായി ചേർന്നുള്ള ഭാവങ്ങൾ അവർക്കും നമുക്കും കോമണായുണ്ടെങ്കിൽ ജാഗ്രത്തിന്റെ തലത്തിലല്ലാതെ പ്രാരബ്ധങ്ങൾ നീങ്ങുകയുമില്ല. ഇത് സ്വപ്നവും ജാഗ്രത്തും വഴിയാണ് അന്യഥാഗ്രഹണത്തിന്റെ വാസനകൾ അടങ്ങാൻ. സ്വപ്നത്തിൽ കാണുന്നതിന് വേണ്ടി ജന്മമില്ല, അത് അവിടെ തീരുകയാണ്. അതിന്റെ പേരിൽ ജന്മമില്ല. ജാഗ്രത്തിൽ നിന്നുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ കാഠിന്യമുള്ളവയാണെങ്കിൽ ചിലപ്പോൾ സഞ്ചയിച്ച് ഉണ്ടാക്കുന്നുണ്ടാവും. സഞ്ചിതങ്ങളെ അറിവ് കൊണ്ടില്ലാതാക്കാം, ആഗന്തുകങ്ങളെയും അറിവ് കൊണ്ടില്ലാതാക്കാം. പ്രാരബ്ധങ്ങളാകട്ടെ എതിർച്ചയാ വരുന്നവയാണ്, അവ നമ്മുടെ അറിവിന് തടസ്സവുമല്ല. പ്രാരബ്ധം ഒരുത്തനും ക്ലേശമുണ്ടാക്കില്ല. ക്ലേശമുണ്ടാക്കുന്നത് താൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന മുമ്പില്ലാത്തതും മുമ്പുള്ളതും കലർത്തിയ കർമ്മങ്ങളിലാണ്. സ്വധർമ്മമാണ് എങ്കിൽ അത് ക്ലേശമേ ഉണ്ടാക്കില്ല. കർമ്മം അതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ ക്ലേശം തരുന്നുണ്ടോ? നിങ്ങളുടെ അല്ലത്, ചെയ്യരുത്. കർമ്മത്തിനൊരു വഴിയുള്ളൂ. കർമ്മത്തിന്റെ ഊടുപാടെ കയറിയാൽ യാതൊരു ക്ലേശവും ശാരീരിക ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒന്നും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മവേളയിൽ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കർമ്മമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അല്ല. അതിനെ ആര് ചെയ്യും, എങ്ങനെ ചെയ്യും, അതൊന്നും ചിന്തിക്കേണ്ട. ഇട്ട് വേറെ പണി നോക്കിയാൽ മതി. നിങ്ങളെ അതിനുവേണ്ടി ഉണ്ടാക്കിയതല്ല. സംബടി മേ ബി ദേർ. ആരുമില്ലെങ്കിൽ ആ കർമ്മം വേണ്ടതുമല്ല. വിധിക്കാത്ത കർമ്മം ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും. അതിന്റെ കാരണം വെച്ചാൽ അവന് കർമ്മവും കർമ്മത്തിന്റെ ഫലവും കർമ്മത്തിന്റെ വേളയിലെ ആനന്ദവുമല്ല, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഏതോ ധനമാണ് അവന്റെ ലക്ഷ്യം. അതുകൊണ്ട് ചെയ്യേണ്ടി വരും. നിങ്ങളെല്ലാം കർമ്മത്തിനകത്ത് പോകുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ധനത്തെ കരുതിയാണ്. ആ ധനമാകട്ടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. കുറച്ചിലായോ? രണ്ടുപേരോട് കൂടി കൊണ്ടുവരേണ്ടത് ചെയ്യും. ഉണ്ടാവണമെന്നില്ല. എതിർച്ഛയ ഉപപന്നമാകുന്ന കർമ്മങ്ങൾ 3. ഒന്ന് സ്വേച്ഛാപ്രാരബ്ധ കർമ്മങ്ങൾ. അവയിൽ അഹന്തയുണ്ട്, അവ ദുഃഖത്തെ ഉണ്ടാക്കും. അവയിൽ അഹങ്കാരമുണ്ടാവും, അവ മറ്റുള്ളവനെ പീഡിപ്പിക്കുകയും ചെയ്യും. 2 പരേച്ഛാപ്രാരബ്ധ കർമ്മങ്ങൾ. അത് നമുക്ക് യാതൊരു താല്പര്യം ഉണ്ടായിട്ടല്ല, ആ പ്രത്യേക അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കാതെ മറ്റൊരുത്തന്റെ ആവശ്യത്തിന് ചെയ്യുന്നതാണ്. അത് എവിടം വരെ അവൻ ആവശ്യമുണ്ടോ അവിടെ വെച്ച് തീർന്നു. അതിന്റെ ഒന്നും നമ്മൾ ചോദിച്ചുകൊണ്ട് പോകുന്നില്ല. അത് ആരംഭിക്കുമ്പോൾ തന്നെ അവസാനിക്കുന്നതുമാണ്. മനസ്സിലായില്ല. എവിടെയാണത് ആരംഭിച്ചത്? അവസാനിച്ചിടത്ത്. എവിടെയാണ് അവസാനിച്ചത്? ആരംഭിച്ചിടത്ത്. മനസ്സിലായില്ല. ഞാൻ ആ കർമ്മം ആരംഭിക്കുമ്പോൾ തന്നെ ഞാനില്ല, അവന്റെ ആവശ്യം. ഞാനത് ചെയ്തു, ഞാൻ ചെയ്തു എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. അവൻ പറയാണ് നിങ്ങളാ എനിക്ക് ചെയ്തെന്നോ.
എനിക്ക് ചിരി വരും. കാരണം ഞാൻ ഒന്നും ചെയ്യാതെ സംഭവിച്ചതാണ്. എന്നെ ആരോ എടുത്തുകൊണ്ട് പോയ പോലെ പോയതാണ്. അത് പരീക്ഷ. മനസ്സിലാകാൻ വളരെ എളുപ്പമാണ്. ഒരു കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, നീ പഠിക്കണം, വലുതാകണം, നീ ഇന്നത് പഠിക്കണം. അച്ഛൻ പറഞ്ഞു പഠിക്കാൻ പോയിരിക്കുന്നു, അടിച്ചു പൊളിച്ച് പഠിക്കുന്നു. മാർക്കൊക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ച് അച്ഛൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കും. അച്ഛനെ ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ കുട്ടി നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് പഠിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്നതിനിടയ്ക്ക് സൂക്ഷിക്കേണ്ടതേ ഉള്ളൂ. കൂട്ടുകാരന്റെ ഇച്ഛയിൽ പോയാലും കിട്ടുകയില്ല. ഇപ്പൊ പരീക്ഷയിൽ പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചു വന്നു കഴിയുമ്പോൾ പഠിച്ചൊക്കെ നല്ലൊരു ഓർമ്മയുണ്ടാവും. നമുക്ക് വേണ്ടി ഒരു പരിപാടി അവിടെ ഇല്ല. പഠിക്കല് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അച്ഛന് വേണ്ടിയാണ്. പഠിത്തം കഴിഞ്ഞു, ആദ്യം മുതൽ പഠിച്ചത് നല്ല ഓർമ്മയാണ്. ജീവിതത്തിന്റെ ഏത് വഴിക്ക് തിരിഞ്ഞാലും ഉയരങ്ങളിലാണ്. ഇപ്പൊ സമാജത്തിന് വേണ്ടിയാണ്. അയാൾക്ക് യാതൊരു ആവശ്യം ഉണ്ടായിട്ടില്ല. സമാജം പറഞ്ഞ് അങ്ങോട്ട് പോകാൻ, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു ഇങ്ങോട്ട്. സ്വന്തമായി യാതൊരു ഇച്ഛയില്ല. ഈ ശരീരം എങ്ങനെയോ അതെല്ലാം ഭഗവാനെ മഹാദേവ അങ്ങയുടെ പൂജയ്ക്കാണ്. ആരെന്ത് ആവശ്യപ്പെടുന്നു അതിന് പറ്റുന്നിടത്തോളം ഈ ശരീരം കൊണ്ട് പിടി. ഇത് പരീക്ഷാപ്രാരം. ഇതും കുറച്ച് സ്വേച്ഛയുണ്ട്. കാരണം എനിക്ക് പ്രിയമുണ്ട് അതിനകത്ത്. എൻ്റെ അച്ഛൻ, സമാജമൊക്കെ സുഖകരണമുണ്ട്. അനിച്ഛാപ്രാരബ്ധം. യാതൊരു ആഗ്രഹവുമില്ല, ആരും പറഞ്ഞിട്ടുമില്ല. സമയം വന്നപ്പോൾ ചെയ്യാം. ഒരാവശ്യം വന്നു, ഞാൻ ചെയ്തു. നിങ്ങൾ ചെയ്യാനുണ്ടോ? സന്തോഷം, ചെയ്തോളൂ. അയ്യോ, ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതെടുത്ത് വിരിച്ചത്. നിങ്ങളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വിരിക്കുമെന്ന് എനിക്കറിയാം. വരട്ടെ, അവിടെ വഴക്കില്ല. അങ്ങനെയുള്ളവന് എവിടെ പോയി നിൽക്കാം. മനസ്സിലായെന്നറിയില്ല. അവൻ ഈ ലോകത്ത് കൂരെയൊന്നും ഉണ്ടാക്കണ്ട. സ്വേച്ഛയുള്ളവന് സ്വന്തമായി ഉണ്ടാക്കണം. പരീക്ഷയുള്ളവന് ചേർന്ന് പോകാൻ പഠിക്കണം. അനിച്ഛയുള്ളവനൊന്നും പഠിക്കണ്ട. നിയമങ്ങളില്ല. എവിടെയും പോയി എന്തും ചെയ്തു പോകാം. കാരണം അവൻ ചെയ്യുന്നതെല്ലാം സൂപ്പർബായിരിക്കും. ക്ലിയറായി? ഇത് 3 ഉള്ളൂ. അപ്പൊ കർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠം ഈ അനിച്ഛയാണ്. ഇതിന് 3 തരം ആഹാര നിയന്ത്രണം പഠിക്കണം. നിരാഹാരത. 1, ആഹാരത്തിൽ നിന്ന് അത്യന്തം അകലെ. 2, ആഹാരത്തിന്റെ അടുത്ത് കഴിക്കാതെ. 3, അപേക്ഷാബുദ്ധിയും. 1, ആഹാരത്തിൽ നിന്ന് അത്യന്തം അകലെ. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന ഈ പ്രപഞ്ചം അനുഭവിക്കാതെ വനത്തിൽ. വനമെന്ന് പറഞ്ഞാൽ സംഭക്തമായ മനസ്സ്. വനസംഭക്തവും വനനീയം സംഭജനീയം. തൻ്റെ മനസ്സിലേക്ക് അകത്തേക്ക് നോക്കി അന്തർമുഖനായിരിക്കുക. ഒന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, ഒന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ? ഞാൻ നോക്കിയില്ല. നിങ്ങളുടെ അടുത്തായിട്ട് അടുത്താണോ അകലെയാണോ? ഞാൻ കണ്ടില്ല എന്ന് പറയുന്നത് ഭൗതികമായി തന്നെ അല്ല, കണ്ടിട്ട് കാണാത്ത പോലല്ല. അതാണ് അകലെ, അത്യന്തം അകലെ. പാണിനി പറയും വനസംഭക്തവും വനനീയം സംഭജനീയം. 2, അതിന്റെ അടുത്ത് ഓരം ചേർന്നിരിപ്പുണ്ട്. എല്ലാം ഉണ്ടാക്കി കൊടുക്കും. ഭർത്താവിനും പിള്ളേർക്കൊക്കെ നല്ല മീൻകറി വെച്ച് കൊടുക്കും, നല്ല മാംസമൊക്കെ വേവിച്ചു കൊടുക്കും, നല്ല പച്ചക്കറികളൊക്കെ വേവിച്ചു കൊടുക്കും. ഇതൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്താലും അവള് കഴിക്കുക. സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ. ഞാനൊന്നും ഉണ്ടാക്കി തരില്ല, ഞാൻ കഴിക്കാത്തൊന്നും നിങ്ങളും കഴിക്കണ്ട എന്നല്ല. കഴിച്ചു. നക്ക് നോക്കണ്ട, മണത്ത് നോക്കണ്ട, അയാളുടെ രുചിയിൽ ഉണ്ടാക്കി കൊടുക്കും. 2 ദിവസം കഴിയുമ്പോൾ അയാൾ കഴിക്കാൻ മേലെന്നാവും. മനസ്സിലായില്ല? 2 ദിവസം കഴിയുമ്പോൾ അയാൾ പറയും ഇനി ഇതാനും വേണ്ടെന്നത്. കാരണം വെച്ചാൽ സൂപ്പർ രുചിയിൽ കഴിക്കാനുള്ള കഴിച്ചു, ഇനി ഇത് കഴിക്കാൻ പറ്റുകയില്ല, ഇനി നീ കഴിക്കാത്തതൊന്നും എനിക്ക് വേണ്ട. ഇങ്ങനൊരു പ്രയോഗം. ഇതാണ് അതിൻ്റെ അടുത്താണ്. നമ്മൾ ആഹരിക്കുന്നില്ല. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും നമ്മൾ ആഹരിക്കുന്നില്ല. ബാക്കിയുള്ളവർ ആഹരിക്കുന്നതിനെല്ലാം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ഋഷിമാരിൽ ചിലരെങ്ങനെയാണ്, വസിഷ്ഠൻ മുതലായവർ. രാജാക്കന്മാർ വന്നാൽ ഒരു രാജകൊട്ടാരം തന്നെ അവിടെയുണ്ട്. രാജാവിന്റെ കൊട്ടാരത്തേക്കാൾ വലിയ കൊട്ടാരം അവിടെയുണ്ട്. അവരനുഭവിച്ചതിനേക്കാൾ കൂടിയ സുഖഭോഗങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഋഷി ഇതൊന്നും അനുഭവിക്കാറില്ല. ക്ലിയറായി? ഇതാണ് ആഹാരത്തിന്റെ അടുക്കൽ. കഴിക്കാതെ. ഇതിന് നല്ല കഴിവുള്ളവനെ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 3ാമനുണ്ട്, കഴിച്ചിട്ടും കഴിക്കാത്തവനെ പോലെ. അതാണ് അപേക്ഷാബുദ്ധിയും. കൊടുത്തു, കഴിച്ചു. കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു. എന്നാ കണ്ടോ? കണ്ടില്ല. കൃഷ്ണന്റെ അടുക്കൽ ഗോപാങ്കനമാരിയെന്നു ഫലവും പുഷ്പവും പലഹാരവും ഒക്കെ ആയിട്ടാണ്. ഇനി ഭഗവാനെ ഇതൊക്കെ സ്വീകരിക്കണം. അത് കുഴപ്പമൊന്നുമില്ല. ഇതാ നദിയുടെ അക്കരെ ദുർവാസാവ് പട്ടിണിയാണത്. അങ്ങനെ കുറേ നേരമായി അവിടെ ഇരിക്കുന്നതൊക്കെ കൊണ്ട് എവിടെ നിന്ന് കൊടുക്കാൻ പറഞ്ഞു. ഇവർ പോയി ആ നദിയുടെ കരയ്ക്ക് നിന്നു. നല്ലൊരു കുലം കുത്തി ഒഴുകുന്ന നദിയാണ്. തിരിച്ചെന്ന് പറഞ്ഞാൽ ഭഗവാനെ ഒരു രക്ഷയില്ല, നദി ഭയങ്കര ഒഴുക്കാണ്, ഒരു രക്ഷയില്ല, അപ്പുറം കിടക്കാൻ തോണിയില്ല, തരയില്ല. അവിടെ ചെന്ന് പറ, നിത്യബ്രഹ്മചാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു വഴിമാറിത്തരാൻ. അപ്പൊ രാധയും ഗോപാങ്കന്മാരും ഒക്കെ പരസ്പരം നോക്കി. ഇന്നലെ രാത്രി എൻ്റെ കൂടെ ഇവൻ നിത്യബ്രഹ്മചാരിയാണ്. അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. സംശയമൊന്നും വേണ്ട, പോയി പറയുമെന്ന് പറഞ്ഞു. പോയി നേരെ അവിടെ ചെന്നു. നിത്യബ്രഹ്മചാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു നദി വഴിമാറാൻ. നദി വഴിമാറി നേരെ അക്കരെ കയറി. അവിടെ കൊണ്ടുപോയി ഇതെല്ലാം കൂടെ വെച്ചു കൊടുത്തു. ദുർവാസാവ് എല്ലാം അടിച്ചു ഫിറ്റായി. കാരണം ഈ വെള്ള പാത്രത്തിനകത്തുള്ള മുഴുവൻ ഇയാൾ ഒറ്റയ്ക്ക് അടിച്ചു.
എല്ലാം അടിച്ച് ഫിറ്റായി പാത്രവും പഠിച്ച് ഞങ്ങൾക്ക് പാത്രം കൈ കൊടുത്തു. തിരിച്ചു പോരാൻ നേരത്തെ ഒരു വീണ്ടും നദി നോക്കിയിട്ട് പറഞ്ഞു, മാഷേ നദി നിരാഹാരിയായ ദുർവാസാവ് പറയുന്നു മാറാൻ, പോണാൽ പോകട്ടും പോടാ, നദി വഴിമാറി. ഇതാണ് അപേക്ഷാ ബുദ്ധിയും ഒരു സൂപ്പർ. ഇത് നമുക്കൊന്നും പെട്ടെന്ന് പറ്റൂല. ഇങ്ങനെ മൂന്നാണ് വഴി നിരാഹാരതയ്ക്ക്. ഇതിൽ ഏത് തെരഞ്ഞെടുക്കണം അത് നിങ്ങൾ തീരുമാനിക്കുക. മൂന്നാമതാണ് ഉഗ്രൻ. പക്ഷെ നമ്മൾ കഴിച്ചിട്ട് നദി വഴി മാറുകയല്ല, കഴിക്കലേ നടക്കുകയുള്ളൂ. മനസ്സിലായോന്നറിയില്ല. ഇങ്ങനെ 3 തരത്തിലുണ്ട്. ഇതിൽ ഏത് വേണം തീരുമാനിച്ചു. മൂന്നാമതാണ് സൂപ്പർ. അത് കേൾക്കുമ്പോൾ മനസ്സിലായത്